എല്ലാവർക്കും ടെക് ലേമൺസിലെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കൊരു ചിപ്സെറ്റിനെ കുറിച്ചാണ്. നമ്മുടെ സാംസങ്ങിന്റെ ഒരു മിഡ് റേഞ്ച് ചിപ്സെറ്റിനെ കുറിച്ചാണ്. നമുക്ക് വരാൻ പോകുന്ന സാംസങ് ഗാലക്സി A56 വരാൻ പോകുന്ന ചിപ്സെറ്റിനെ കുറിച്ചാണ്. അതിന്റെ പേര് സാംസങ്ങിന്റെ എക്സിനോസ് 1580 എന്നുള്ളതാണ്. നമുക്ക് നേരത്തെ വന്ന സാംസങ് ഗാലക്സി A55 1480 ഉണ്ടല്ലോ, അതിന്റെ ഒരു സക്സസർ ആയിട്ടാണ് ഇത് വരുന്നത്. നമുക്കിന് സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കാം. അതിന് കുറച്ച് ലീക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ മാനുഫാക്ചറിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ 4 നാനോമീറ്റർ EUV മാനുഫാക്ചറിംഗ് പ്രോസസ് ആണ് സാംസങ്ങിന്റെയാണ്. സോ നല്ലൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള മാനുഫാക്ചറിംഗ് പ്രോസസ് തന്നെയാണ് വരുന്നത്. സോ ഞാൻ പറഞ്ഞ പോലെ ആ നമ്പർ നമ്മുടെ 4 നാനോമീറ്റർ 5 നാനോമീറ്റർ എന്നൊക്കെ പറയാം, എത്ര കുറയുന്നു അത്രയും ബെറ്റർ എഫിഷ്യൻസി വരും. കാരണം ട്രാൻസിസ്റ്റർ ഇച്ചിരി കൂടി അടുത്ത് നിൽക്കുന്നുള്ളതാണ്. അതിന്റെ ഒരു ട്രാൻസിസ്റ്ററിൽ നിന്ന് വേറെ ട്രാൻസിസ്റ്ററോട്ടുള്ള ദൂരമാണ് ഈ കാണിക്കുന്നത്. എത്ര കുറയുന്നു അത്രയും ബെറ്റർ എഫിഷ്യൻസി വരും. നെക്സ്റ്റ് നമ്മൾ കോഴ്സിന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ 3 ക്ലസ്റ്ററിലാണ് ഡിസൈൻ വരുന്നത്. സോ ഫസ്റ്റ് ക്ലസ്റ്ററിൽ ഒരു പ്രൈം കോർ ആയിട്ട് കോർട്ടെക്സ് A720 ആണ് വരുന്നത്, 2.9 GHz. സെക്കൻഡ് ക്ലസ്റ്ററിൽ 3 കോർട്ടെക്സ് A720 വരുന്നുണ്ട്, 2.6 GHz. പിന്നെ തേർഡ് ക്ലസ്റ്ററിൽ 4 കോർട്ടെക്സ് A520 വരുന്നുണ്ട്, 1.95 GHz ആണ് വരുന്നത്. സോ CPU കോഴ്സ് ഒക്കെ അത്യാവശ്യം ന്യൂവർ ജനറേഷൻ തന്നെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള CPU കോഴ്സും വരുന്നുണ്ട്. പിന്നെ സാംസങ് പറഞ്ഞാൽ 20% പെർഫോമൻസ് കൂട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് റാം ആൻഡ് സ്റ്റോറേജിൻ്റെ നമ്മൾ നോക്കുവാണെങ്കിൽ ക്വാഡ് ചാനൽ മെമ്മറിയാണ് വരുന്നത്. LPDDR5 റാം ആണ്, 16 ബിറ്റിന്റെ ക്വാഡ് ചാനൽ മെമ്മറിയാണ്, 3200 MHz ആണ് വരുന്നത് റാം സ്പീഡ്. പിന്നെ സ്റ്റോറേജ് സപ്പോർട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ UFS 3.1 സ്റ്റോറേജ് സപ്പോർട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. GP നമ്മൾ നോക്കുവാണെങ്കിൽ പുതിയ ജനറേഷൻ GP ആണ്. സാംസങ്ങിന്റെ എക്സ്ക്ലിപ്സ് 540 GP ആണ്. നേരത്തെ വന്നുകൊണ്ടിരുന്നത് എക്സ്ക്ലിപ്സ് 530 ആയിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് AMDയുടെ RDNA3 ബേസ്ഡ് GP ആണ്. 37% നേരത്തെ GPനേക്കാളും ഫാസ്റ്റർ ആയിട്ടുള്ള GP ആണ് ഉപയോഗിക്കുന്നത്. 37% ഫാസ്റ്റർ ആണ്. സോ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ജമ്പ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ NPUവിന്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ AI ടാസ്കിന് വേണ്ടിയുള്ള ന്യൂറൽ പ്രോസസിംഗ് യൂണിറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ 17.7 ടെറ ഓപ്പറേഷൻ പെർ സെക്കൻഡ് ആണ് ഇതിന്റെ സ്പീഡ് വരുന്നത്. സോ അവിടെ നല്ലൊരു ഇമ്പോർട്ടൻസ് സാംസങ് കൊടുത്തിട്ടുണ്ട് നമുക്ക് AI ടാസ്കിന് വേണ്ടിയുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് 1 UI 7.0 ഇഷ്ടം പോലെ AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് NPU ആവശ്യമാണ്. പിന്നെ വരും കാലത്തൊക്കെ AI ആണ് എല്ലായിടത്തും. നെക്സ്റ്റ് നമ്മൾ ആന്റിറ്റി സ്കോറും ഗീക്ക് ബെഞ്ച് ഒക്കെ നോക്കുവാണെങ്കിൽ ആന്റിറ്റി സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതൊരു ഏർലി ആന്റിറ്റി സ്കോർ ലീക്സ് ആണ്. ടോട്ടൽ 8,41,545, CPU 2,98,991, GPU 2,02,821 ആണ്. ഗീക്ക് ബെഞ്ച് ആണെങ്കിൽ സിംഗിൾ 1360, മൾട്ടി 3893. ഇത് ഇതിന്റെ ആന്റിറ്റി സ്കോർ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 7 Gen 3 അടുത്തൊക്കെ കിട്ടുന്നൊരു ചിപ്പ് സെറ്റ് ആണിത്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ചിപ്പ് സെറ്റ് തന്നെയാണിത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ സപ്പോർട്ട് ആണെങ്കിൽ 1080p ആണ് വരുന്നത്, 144 Hz വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. HDR10+ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ക്യാമറ നമ്മൾ നോക്കുവാണെങ്കിൽ സിംഗിൾ നമുക്ക് 200 MP ആണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത്. ഡുവൽ 32 MP നമുക്ക് 4K 60 FPS നമുക്ക് റെക്കോർഡ് ചെയ്യാനും പറ്റും, പ്ലേ ബാക്ക് ചെയ്യാനും പറ്റും. ഇതാണ് ഇതിന്റെ ക്യാമറ സപ്പോർട്ടും വീഡിയോ പ്ലേ ബാക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. കണക്ടിവിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ 5G ആണ്, സബ് ഗാർഡ്സും മില്ലിമീറ്റർ വേവും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, Wi-Fi 6E സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, Bluetooth 5.4 NFC അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ചിപ്സെറ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അത്യാവശ്യം നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് നേരത്തെയുള്ള 1480 കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ഇത് നമുക്കറിയാം A56 വരാൻ പോകുന്നത് ആദ്യമായിട്ട്. സോ എന്തുകൊണ്ട് ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോൺ ആയിരിക്കും A56. ഒരു 35,000 ആ റേഞ്ചിലൊക്കെ വരുന്നൊരു ഫോൺ ആയിരിക്കും. അവിടെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ ചിപ്സെറ്റ് അത്രയ്ക്ക് ഒരു നല്ലൊരു ചിപ്സെറ്റ് അല്ല ശരിക്കും ആ പ്രൈസിനെ വെച്ച് നോക്കുവാണെങ്കിൽ. പക്ഷെ നമുക്കൊരു M സീരീസിലൊക്കെ ഇത് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ചിപ്സെറ്റ് തന്നെയായിരിക്കും. 25,000 28,000 ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് 7S Gen 2 നമുക്ക് Dimensity 7300 അല്ലെങ്കിൽ പിന്നെ 7 Gen 3 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയൊരു അല്ലെങ്കിൽ അതിനായിട്ട് കമ്പീറ്റ് ചെയ്യാൻ പറ്റിയൊരു ചിപ്സെറ്റ് തന്നെയാണ് ശരിക്കും ഇത്. സോ നല്ലൊരു കോമ്പറ്റീഷൻ തന്നെയായിരിക്കും ശരിക്കും Qualcomm Snapdragon 7 Gen 3 7S Gen 2 പിന്നെ Dimensity 7300 വരാൻ പോകുന്നത്. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ ചിപ്സിനെ കുറിച്ചുള്ള എയർലി ലീക്സും കുറച്ച് സ്പെക്കും കാര്യങ്ങളൊക്കെയാണ്. സോ ഗൈസ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ. ഫ്യൂച്ചർ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.